Hi my dear children, welcome to the next topic. ഒരു സ്ഥാപനം അടച്ചു പൂട്ടുന്നതിനുള്ള അല്ലെങ്കിൽ പിരിച്ചുവിടുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊന്ന് നോക്കാം. ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം, ഒരു പങ്കാളിത്ത സ്ഥാപനത്തിന്റെ അടച്ചുപൂട്ടൽ, പങ്കാളിത്ത സ്ഥാപനത്തിന്റെ അടച്ചുപൂട്ടൽ. ഇത് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യങ്ങൾ ഇതിനെ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഒന്നിങ്ങനെ ചോദിക്കാം, മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം, ഒരു ഫേം ഡിസോൾവ് ആകുന്നതിൻ്റെ വിവിധ മാർഗങ്ങൾ ഏതൊക്കെയാണ്? മെൻഷൻ എനി 4 വേസ് ഓഫ് ഡിസൊല്യൂഷൻ, ഏതെങ്കിലും 4 വേസ് ഓഫ് ഡിസൊല്യൂഷൻ എഴുതാൻ പറയുന്നു. അല്ലെങ്കിൽ ഇതിൽ തന്നെ ഇതിനകത്ത് കമ്പൽസറി ഡിസൊല്യൂഷൻ ഒക്കെ പറയുന്നുണ്ട്, അതിൻ്റെ 3 കേസസ് എഴുതാൻ ചോദിക്കാം. 3 മാർക്കിൻ്റെയൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് അത്യാവശ്യ കാര്യങ്ങൾ പഠിച്ചിരിക്കണം. നോക്കുക, ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം ടേക്സ് പ്ലേസ് without the intervention of court or by the order of a court in any of the ways specified later in this section. കോടതിയുടെ ഇടപെടൽ ഇല്ലാതെയോ കോടതിയുടെ ഉത്തരവ് പ്രകാരമോ ഒരു പങ്കാളിത്ത സ്ഥാപനം അടച്ചുപൂട്ടാൻ കഴിയും. It may be noted that dissolution of the firm necessarily brings in dissolution of the partnership. However, dissolution of partnership would not necessarily involve dissolution of firms. അതായത് സ്ഥാപനത്തിന്റെ അടച്ചുപൂട്ടൽ നിർബന്ധമായും പങ്കാളിത്തം അവസാനിപ്പിക്കുന്നതിന് കാരണമാകും. അതായത് ഡിസൊല്യൂഷൻ ഓഫ് ഫേം നെസസറിലി ബ്രിങ്സ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് വെച്ചാൽ എന്താ, ഒരു ഫേം ഡിസോൾവ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്തും ഡിസോൾവ് ആകും, പാർട്ണർഷിപ്പും ഡിസോൾവ് ആകും, അല്ലേ? ഷുവറാണ്. ഹൗഎവർ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് വുഡ് നോട്ട് നെസസറിലി ഇൻവോൾവ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിനകത്ത് ഡിസൊല്യൂഷൻ ഓഫ് ഫേം ഉൾപ്പെടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, അല്ലേ? പാർട്ണർഷിപ്പ് മാത്രമേ ഡിസോൾവ് ആകുകയുണ്ടാകുകയുള്ളൂ. ചിലപ്പോൾ പിന്നീട് അവർക്ക് പുതിയ റിലേഷൻഷിപ്പിൽ അവർക്ക് കണ്ടിന്യൂ ചെയ്യാമല്ലോ. അപ്പം അതുകൊണ്ട് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് വുഡ് നോട്ട് നെസസറിലി ഇൻവോൾവ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. അപ്പം ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേം ഉൾപ്പെടണമെന്ന് ഇല്ല. മനസ്സിലായല്ലോ? അപ്പം ഇതിൻ്റെ അകത്ത് ഈ സെൻറ്റൻസ് ഒന്ന് വരച്ചിട്ടേക്കുക, പരീക്ഷയ്ക്ക് 1 വേർഡിലൊക്കെ ചോദിച്ചെന്നാലോ, ഇതൊന്ന് എഴുതിയേക്കുക കേട്ടോ. ഇനി ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം ടേക്സ് പ്ലേസ് ഇൻ എനി ഓഫ് ദി ഫോളോയിങ് വേസ്. ഒരു സ്ഥാപനത്തിൻ്റെ അടച്ചുപൂട്ടൽ താഴെ പറയുന്ന ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ ആയിരിക്കും നടക്കുന്നത്. ആ മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ്, ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻറ്റ് എന്ന് വെച്ചാൽ എന്താ, ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലുള്ള അടച്ചുപൂട്ടൽ. ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻറ്റ്, ഒരു കരാറിൻ്റെ അല്ലെങ്കിൽ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലുള്ള അടച്ചുപൂട്ടൽ. എ ഫേം ഈസ് ഡിസോൾവ് with the consent of all the partners. അതായത് എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും സമ്മതത്തോടു കൂടി ഒരു ഫേം എന്ത് ചെയ്യാം, ഡിസോൾവ് ചെയ്യാം. കൺസെൻറ്റ് ഓഫ് ഓൾ ദി പാർട്ട്നേഴ്സ്. ഇനി അല്ല എങ്കിൽ ബി ഇൻ അക്കോർഡൻസ് വിത്ത് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു കരാറിന് അനുസൃതമായി. ഇൻ അക്കോർഡൻസ് വിത്ത് എ കോൺട്രാക്ട്, പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു കരാറിന് അനുസൃതമായും ഒരു ഫേം എന്ത് ചെയ്യാം, ഡിസോൾവ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ വേ എന്ന് പറയുന്നത് ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻറ്റ്. ക്ലിയർ? എങ്ങനെയൊക്കെ ആകാം? വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ് ആൻഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി കോൺട്രാക്ട്. ഇനി രണ്ടാമത്തെ വേസ് എന്ന് പറയുന്നത് കമ്പൽസറി ഡിസൊല്യൂഷൻ ആണ്. അതായത് നിർബന്ധിത അടച്ചുപൂട്ടൽ, നിർബന്ധമായിട്ടും അടച്ചുപൂട്ടേണ്ടുന്ന സാഹചര്യങ്ങളാണിത്. എ ഫേം ഈസ് ഡിസോൾവ് കമ്പൽസറിലി ഇൻ ദ ഫോളോയിങ് കേസസ്. താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ഒരു സ്ഥാപനം നിർബന്ധമായും അടച്ചുപൂട്ടണം. എ വെൻ ഓൾ ദി പാർട്ട്നേഴ്സ് ഓർ ഓൾ ബട്ട് വൺ പാർട്ട്ണർ become insolvent, rendering them incompetent to sign a contract. അതായത് എല്ലാ പങ്കാളികളും അല്ലെങ്കിൽ ഒരു പങ്കാളി ഒഴികെ മറ്റെല്ലാവരും പാപ്പരാകുകയും
അത് കരാറിൽ ഒപ്പിടുന്നതിന് അവരെ അയോഗ്യരാക്കുകയും ചെയ്യുമ്പോൾ. മനസ്സിലായോ? അതായത് ഒന്നുകിൽ എല്ലാ പങ്കാളികളും ഇൻസോൾവെൻ്റ് ആകുമ്പോഴോ, വെൻ ഓൾ പാർട്ട്നേഴ്സ് ബിക്കം ഇൻസോൾവെൻ്റ്, എല്ലാവരും പാപ്പരാകുമ്പോഴോ, അല്ല എങ്കിൽ ഒരു പാർട്ട്ണർ ഒഴികെ മറ്റെല്ലാവരും പാപ്പരായിപ്പോയെന്നാണ്. ഒരാളൊഴികെ ബാക്കി എല്ലാവരും ഇൻസോൾവെൻ്റ് ആയി അല്ലെങ്കിൽ പാപ്പരായിപ്പോയെന്നാണ്. അതായത് 3 പേരുണ്ടെങ്കിൽ അതിൽ 2 പേരും ഇൻസോൾവെൻ്റ് ആകുകയോ അല്ല എങ്കിൽ എല്ലാവരും 3 പേരും ഇൻസോൾവെൻ്റ് ആകുകയോ ചെയ്താൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ അവർക്ക് അതുവഴി അവരെന്ത് ചെയ്യപ്പെടുന്നു? കരാറിൽ നിന്ന് ഒപ്പിടുന്നതിന് അവർ അയോഗ്യരാകുകയാണ് ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിലും ഫേം എന്ത് ചെയ്യണം? കമ്പൽസറി ഡിസോൾവ് ആകേണ്ടതുണ്ട്. ബി, വെൻ ദ ബിസിനസ് ഓഫ് ദ ഫേം ബിക്കംസ് ഇല്ലീഗൽ, അതായത് ഒരു സ്ഥാപനത്തിൻ്റെ ബിസിനസ് ഇല്ലീഗൽ അല്ലെങ്കിൽ നിയമവിരുദ്ധമായാലും കമ്പൽസറി എന്ത് ചെയ്യണം? ഡിസോൾവ് ആകണം. നെക്സ്റ്റ്, സി, വെൻ സം ഇവന്റ് ഹാസ് ടേക്കൺ പ്ലേസ് വിച്ച് മേക്സ് ഇറ്റ് അൺലോഫുൾ ഫോർ ദി പാർട്ട്നേഴ്സ് ടു ക്യാരി ഓൺ ദ ബിസിനസ് ഓഫ് ദ ഫേം ഇൻ പാർട്ട്ണർഷിപ്പ്. എക്സാമ്പിൾ, വെൻ എ പാർട്ട്ണർ ഹു ഈസ് എ സിറ്റിസൺ ഓഫ് എ കൺട്രി becomes an alien enemy because of the declaration of war with his country and India. എന്താണ് ഇതിൻ്റെ അർത്ഥം? പാർട്ട്നേഴ്സ് സ്ഥാപനം നടത്തുന്നത് നിയമവിരുദ്ധമാകുന്ന, അൺലോഫുൾ അല്ലെങ്കിൽ നിയമവിരുദ്ധമാകുന്ന ഏതെങ്കിലും സംഭവം നടക്കുമ്പോൾ, when some event has taken place which makes it unlawful for the partners to carry on the business of the firm in partnership. അതായത് പങ്കാളികൾ സ്ഥാപനം നടത്തുന്നത് നിയമവിരുദ്ധമാക്കുന്ന ഏതെങ്കിലും സംഭവം നടക്കുമ്പോൾ കമ്പൽസറി എന്ത് ചെയ്യണം? ഡിസോൾവ് ചെയ്യണം. അതായത് അതിനൊരു ഉദാഹരണവും പറയുന്നുണ്ട്. നോക്കിക്കേ, വെൻ എ പാർട്ട്ണർ who is a citizen of a country become an alien enemy because of the declaration of war with his country and India. അതായത് മറ്റൊരു രാജ്യത്തെ പൗരനായ ഒരു പാർട്ട്ണർ അയാളുടെ രാജ്യവും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധപ്രഖ്യാപനം മൂലം ഒരു വിദേശ ശത്രുവായി മാറുമ്പോൾ, അതായത് ഒരു പാർട്ട്ണർ ഇന്ത്യയിലുള്ള മറ്റൊരാൾ ചൈനയിലുള്ള വ്യക്തിയാണെന്ന് വിചാരിക്കുക. ചൈനയിലുള്ള സിറ്റിസൺ ആണ്, രണ്ടുപേരും കൂടി പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുമായിരുന്നു. പെട്ടെന്ന് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ചൈനീസ് സിറ്റിസൺ ആയിട്ടുള്ള ആ പാർട്ട്ണർ ആരായി മാറും? ഒരു വിദേശ ശത്രുവായി മാറും, അല്ലേ? അങ്ങനെ ഒരു സാഹചര്യത്തിലും ഫേം എന്ത് ചെയ്യണം? കമ്പൽസറി ഡിസോൾവ് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ കമ്പൽസറി ഡിസൊല്യൂഷൻ വരുന്നത് 3 കേസിലാണ്. എപ്പോഴൊക്കെയാണ്? വെൻ ഓൾ ദി പാർട്ട്നേഴ്സ് ഓർ ഓൾ ബട്ട് 1 പാർട്ട്ണർ ബിക്കം ഇൻസോൾവെൻറ്റ്. എല്ലാ പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളൊഴികെ ബാക്കി എല്ലാവരുമോ ഇൻസോൾവെൻ്റ് ആകുമ്പോൾ. ബി, ബിസിനസ് ബിക്കം ഇല്ലീഗൽ, ബിസിനസ് ഇല്ലീഗലായി മാറുമ്പോൾ. സി, വെൻ സം ഇവന്റ് ഹാസ് ടേക്കൺ പ്ലേസ് വിച്ച് മേക്സ് ഇറ്റ് അൺലോഫുൾ ഫോർ ദി പാർട്ട്നേഴ്സ്, അല്ലേ? എന്തെങ്കിലും അൺലോഫുൾ ആയിട്ടുള്ള ഇവൻറ്റ്സ് പാർട്ട്ണർഷിപ്പിൽ ഒക്കർ ചെയ്യുമ്പോഴോ ഫേം എന്ത് ചെയ്യണം? കമ്പൽസറി ഡിസോൾവ് ചെയ്യണം. തേർഡ് മോഡ് എന്ന് പറയുന്നത് ഓൺ ദി ഹാപ്പനിങ് ഓഫ് സർട്ടേൺ കണ്ടിൻജൻസീസ്, അതായത് ചില യാദൃശ്ചിക സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ. കണ്ടിൻജൻസീസ് എന്ന് പറഞ്ഞാൽ എന്താ? യാദൃശ്ചിക സംഭവങ്ങൾ, അല്ലേ? ഓൺ ഹാപ്പനിങ് ഓഫ് സർട്ടേൺ കണ്ടിൻജൻസീസ് സബ്ജക്റ്റ് ടു കോൺട്രാക്ട് ബിറ്റ്വീൻ ദി പാർട്ട്നേഴ്സ് എ ഫേം ഈസ് ഡിസോൾവ്ഡ്. ഇവിടെ ഒരു ക്ലോസ് കൂടെ ഉണ്ട്. പാർട്ട്നേഴ്സ് തമ്മിലുള്ള കരാറിന് വിധേയമായി, സബ്ജക്റ്റ് ടു കോൺട്രാക്ട് ഉണ്ടോ? അവർ തമ്മിലുള്ള കരാർ കൂടെ അനുസരിച്ചാണ് ഇനിയുള്ള സാഹചര്യങ്ങളിൽ ഡിസോൾവ് ആകുകയുള്ളൂ. സബ്ജക്റ്റ് ടു ദ കോൺട്രാക്ട് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് എ ഫേം ഈസ് ഡിസോൾവ്ഡ്.
അപ്പോൾ പാർട്ട്നേഴ്സ് തമ്മിലുള്ള കരാറിന് വിധേയമായി ഒരു സ്ഥാപനം താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ അടച്ചുപൂട്ടാം. എ, if constituted for a fixed term by the expiry of that term. അതായത് ഒരു നിശ്ചിത കാലാവധി നിശ്ചയിച്ചിട്ടുള്ള പക്ഷം ആ കാലാവധി അവസാനിക്കുമ്പോൾ ഈ കോൺട്രാക്റ്റ് അനുസരിച്ച് ഡിസോൾവ് ആകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ, ഫേം ഡിസോൾവ് ആകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? ഫേമിനെ ഡിസോൾവ് ആക്കാം. അതായത് ഫോർ എ ഫിക്സഡ് ടേം, അതായത് 5 വർഷത്തേക്കിന് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു 8 വർഷത്തേക്കിനാണ് എങ്കിൽ ആ ടേം തീരുമ്പോൾ കോൺട്രാക്റ്റിനനുസരിച്ച് എന്ത് ചെയ്യാം? ഫേമിനെയും ഡിസോൾവ് ആക്കാം. ക്ലിയർ? കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചതല്ലേ പർട്ടിക്കുലർ പാർട്ണർഷിപ്പ്, അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് അറ്റ് വില്ല്, സ്പെസിഫിക് പാർട്ണർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുള്ളതല്ലേ. ആ ഒരു ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫിക്സഡ് ടേമിലേക്കാണ് എങ്കിൽ ആ ടേം തീരുമ്പോൾ കോൺട്രാക്റ്റ് അനുസരിച്ച് എന്ത് ചെയ്യാം? ഡിസോൾവ് ചെയ്യാം. ബി, if constituted to carry out one or more ventures by the completion thereof. ഇനി ഒന്നോ അതിലധികമോ എന്തെങ്കിലും സംരംഭങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തികളോ പൂർത്തീകരിക്കുന്നതിനായിട്ടാണ് രൂപീകരിച്ചതെങ്കിൽ അവ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യാം? ആ ഫേമിനെ വേണമെങ്കിൽ ഡിസോൾവ് ചെയ്യാം. കോൺട്രാക്റ്റ് ബേസ്, അവിടെ എല്ലാം സബ്ജക്റ്റ് ടു കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ക്ലോസ് ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഇത് ഇവിടെ പറഞ്ഞപ്പോഴും പറഞ്ഞു കംപ്ലീഷൻ ഓഫ് വെഞ്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ അപ്പോൾ എന്താണ്, വീണ്ടും അവർ തുടരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് പുതിയൊരു എഗ്രിമെൻ്റ് ബേസ് ഉണ്ടാക്കിയിട്ട് അവർക്ക് തുടരാം കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ക്ലോസ് ഇവിടെ പറയുന്നത്. അപ്പം എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ വെഞ്ചറിനോ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നല്ലോ, അതായത് എന്തെങ്കിലും ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സംരംഭമാണ് പാർട്ണർഷിപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ വർക്ക് പൂർത്തിയാകുമ്പോൾ അവിടെ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ആ പാർട്ണർഷിപ്പ് ഫേം അവിടെ ഡിസോൾവ് ചെയ്യിക്കാം. സി, ബൈ ദ ഡെത്ത് ഓഫ് എ പാർട്ണർ, ഒരു പങ്കാളി മരണപ്പെടുമ്പോൾ. ഡി, ബൈ ദി അഡ്ജൂഡിക്കേഷൻ ഓഫ് എ പാർട്ണർ ആസ് ആൻ ഇൻസോൾവെന്റ്. അഡ്ജൂഡിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? വിധിക്കുക അല്ലെ, കോടതിയൊക്കെ വിധിക്കില്ല അതുപോലെ. അതായത് ഒരു പങ്കാളി പാപ്പരാണ് എന്ന്, ഇൻസോൾവെന്റ് ആണെന്ന് കോടതി വിധിക്കുമ്പോൾ, ബൈ ദ അഡ്ജൂഡിക്കേഷൻ ഓഫ് എ കോർട്ട് എ പാർട്ണർ ആസ് ആൻ ഇൻസോൾവെന്റ്, ഒരു പാർട്ണറെ ഇൻസോൾവെന്റ് ആണ് എന്ന് കോടതി വിധിക്കുമ്പോഴും എന്ത് ചെയ്യാം? അവിടെ ഫേമിൻ്റെ ഡിസൊല്യൂഷൻ നടത്താം. അപ്പോൾ ഈ സാഹചര്യങ്ങളിലൊക്കെയാണ്, അതായത് ഇത്തരത്തിലുള്ള ചില യാദൃശ്ചിക സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഫേം എന്ത് ചെയ്യപ്പെടാം? ഡിസോൾവ് ചെയ്യാം. ഫോർത്ത്, ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്, അതായത് അറിയിപ്പ് മുഖേനയുള്ള അടച്ചുപൂട്ടൽ, ഒരു നോട്ടീസ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഡിസോൾവ് ആകുന്നു. ഇൻ കേസ് ഓഫ് പാർട്ണർഷിപ്പ് അറ്റ് വിൽ, ദ ഫേം മേ ഡിസോൾവ് ഇഫ് എനി വൺ ഓഫ് ദ പാർട്ണേഴ്സ് ഗീവ് എ നോട്ടീസ് ഇൻ റൈറ്റിംഗ് ടു ദ അതർ പാർട്ണേഴ്സ് signifying his intention of seeking dissolution of the firm. അതായത് അറിയിപ്പ് മുഖേനയുള്ള അടച്ചുപൂട്ടൽ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു പാർട്ണർഷിപ്പ് അറ്റ് വില്ലില്ലേ, അതായത് എന്താ? യഥേഷ്ട പങ്കാളിത്തം എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഒരു അവിടെ പാർട്ട്നേഴ്സിൻ്റെ ഇഷ്ടമാണ് എത്ര നാൾ തുടരണം എന്നുള്ളത് അല്ലെ, അവരുടെ ഇഷ്ടം അനുസരിച്ചാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പാർട്ണർഷിപ്പ് അറ്റ് വില്ലാണ് എങ്കിൽ സ്ഥാപനം അടച്ചുപൂട്ടുവാനുള്ള ഒരു പാർട്ട്ണറുടെ ഉദ്ദേശം സൂചിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ട്ണർ മറ്റു പാർട്ട്നേഴ്സിന് ഒരു നോട്ടീസ് നൽകുകയാണ് എങ്കിൽ അവിടെ ആ ഫേം എന്ത് ചെയ്യിക്കാം? ഡിസോൾവ് ചെയ്യാം. അതായത് പാർട്ണർഷിപ്പ് അറ്റ് വില്ലിൻ്റെ കേസിലാണ് പറയുന്നത്. പാർട്ണർഷിപ്പ് അറ്റ് വില്ലിൻ്റെ കേസിൽ എന്ത് ചെയ്യാം? ഒരു സ്ഥാപനം അടച്ചുപൂട്ടാനുള്ള പാർട്ട്ണറുടെ ഉദ്ദേശം സൂചിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ട്ണർ മറ്റു പാർട്ട്നേഴ്സിന് നോട്ടീസ് നൽകുന്നത് വഴി അവിടെ ഫേം എന്ത് ചെയ്യാം? ഡിസോൾവ് ചെയ്യാം. ഫിഫ്ത്ത് കേസ്, ഡിസൊല്യൂഷൻ ബൈ കോർട്ട്, കോടതി വഴിയുള്ള അടച്ചുപൂട്ടൽ. At the suit of a partner, the court may order a partnership firm to be dissolved on any of the following grounds. അതായത് ഒരു പാർട്ണറുടെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന ഏതെങ്കിലും ഒരു കാരണത്താൽ ഒരു പങ്കാളിത്ത സ്ഥാപനം പിരിച്ചുവിടാൻ കോടതിക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. അതായത് ഏതെങ്കിലും ഒരു പാർട്ണർ കോടതിയിൽ ഒരു സ്യൂട്ട് അല്ലെങ്കിൽ ഒരു ഹർജി കൊടുക്കാമെന്ന് വെച്ചോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ
പങ്കാളിത്ത സ്ഥാപനം പിരിച്ചുവിടാനായിട്ട് ആർക്ക് നിർദ്ദേശിക്കാം? കോർട്ടിന് നിർദ്ദേശിക്കാം. അതിനാണ് എന്തെന്ന് പറയുന്നത്? ഡിസൊല്യൂഷൻ ബൈ കോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേമിൽ കോർട്ടിന് ഇൻ്റർവെൻ ചെയ്യാമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ ഇവിടെ പറയുന്നുണ്ടോ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം ടേക്സ് പ്ലേസ് വിത്തൗട്ട് ദ ഇൻ്റർവെൻഷൻ ഓർ കോർട്ട് ഓർ ബൈ ദ ഓർഡർ ഓഫ് എ കോർട്ട്. ഈ പറയുന്നതിനകത്ത് 4 കോർട്ടിൻ്റെ ഇൻ്റർവെൻഷൻ ആവശ്യമില്ല. ഈ 5-ാമത്തേതിനകത്ത് എന്ന് പറയുന്നത് കോടതിയുടെ ഇടപെടലോട് കൂടി എങ്ങനെ ഡിസോൾവ് ആകുന്നതെന്നാണ്. നോക്കുക. എ വെൻ എ പാർട്ണർ ബിക്കം ഇൻസെയിൻ, അതായത് പാർട്ണർക്ക് ബുദ്ധിഭ്രമം സംഭവിക്കുമ്പോൾ, ഇൻസാനിറ്റി ഒക്കെ വരുമ്പോൾ, അതായത് ഒരു പങ്കാളിക്ക് എന്തെങ്കിലും ബുദ്ധിപരമായിട്ടുള്ള പ്രശ്നം, മാനസിക വെല്ലുവിളികൾ നേരിട്ട് കഴിഞ്ഞാൽ, ബുദ്ധിഭ്രമം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പാർട്ണർ എന്തെങ്കിലും ഒരു ഹർജി കോടതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കോടതിക്ക് എന്തിനുള്ള ഓർഡർ ഇടാം? ഡിസൊല്യൂഷനുള്ള ഓർഡർ ഇടാം. വെൻ എ പാർട്ണർ ബിക്കംസ് പെർമനൻ്റ്ലി ഇൻകേപ്പബിൾ ഓഫ് പെർഫോമിങ് ഹിസ് ഡ്യൂട്ടീസ് ആസ് എ പാർട്ണർ, അതായത് ഒരു പാർട്ണർ എന്ന നിലയിൽ തൻ്റെ ചുമതലകൾ നിർവഹിക്കാൻ പാർട്ണർക്ക് സ്ഥിരമായി കഴിയാതെ വരുമ്പോൾ, ഇപ്പം 3 പേരുള്ളിൽ ഏതെങ്കിലും ഒരു പാർട്ണർക്ക് സ്ഥിരമായിട്ട് തൻ്റെ പാർട്ണർഷിപ്പിൻ്റെ ഡ്യൂട്ടീസ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരികയാണ് എങ്കിൽ അയാൾ കോടതിയിൽ ഒരു ഹർജി കൊടുത്തു കഴിഞ്ഞാൽ കോടതി മുഖാന്തരം ആ ഫേമിനെ എന്ത് ചെയ്യിക്കാം? ഡിസോൾവ് ചെയ്യിക്കാം. നെക്സ്റ്റ്, when a partner is guilty of misconduct which is likely to adversely affect the business of the firm. ഒരു പാർട്ണർ തൻ്റെ പെരുമാറ്റ ദൂഷ്യം മൂലം കുറ്റവാളിയാകുകയും അത് സ്ഥാപനത്തിൻ്റെ ബിസിനസ്സിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുമ്പോൾ, ഒരു പാർട്ണർ തൻ്റെ പെരുമാറ്റം കൊണ്ട്, ഗിൽറ്റി ഓഫ് മിസ്കണ്ടക്ട്, പെരുമാറ്റം കൊണ്ട് ആരായി മാറിയെന്നാൽ കുറ്റവാളിയാകുകയും അത് സ്ഥാപനത്തിൻ്റെ ബിസിനസ്സിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുമ്പോഴും കോർട്ട് വഴി ഡിസൊല്യൂഷന് ഓർഡർ ഇടാം. ഡി വെൻ എ പാർട്ണർ പെർസിസ്റ്റൻ്റ്ലി കമ്മിറ്റ്സ് ബ്രീച്ച് ഓഫ് പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്, ഒരു പാർട്ണർ സ്ഥിരമായി കരാർ ലംഘനം നടത്തുമ്പോൾ, പെർസിസ്റ്റൻ്റ്ലി കമ്മിറ്റ്സ് ബ്രീച്ച് ഓഫ് പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്, സ്ഥിരമായിട്ട് പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പിൻ്റെ കരാറ് ലംഘനം നടത്തുമ്പോൾ. ഈ വെൻ എ പാർട്ണർ ഹാസ് ട്രാൻസ്ഫേർഡ് ദ ഓൾ ഓഫ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ ദ ഫേം ടു എ തേർഡ് പാർട്ടി, ഒരു പാർട്ണർ സ്ഥാപനത്തിൽ തനിക്കുള്ള പങ്ക് മൂന്നാമതൊരാൾക്ക് കൈമാറുമ്പോൾ, ഒരു പാർട്ണർ തൻ്റെ താല്പര്യം അല്ലെങ്കിൽ തൻ്റെ പങ്ക് പൂർണ്ണമായിട്ടും മൂന്നാമതൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും എന്ത് ചെയ്യാം? ഡിസൊല്യൂഷൻ ബൈ കോർട്ട് നടത്താം. എഫ് when the business of the firm cannot be carried on except at a loss, സ്ഥാപനത്തിന് നഷ്ടത്തിലല്ലാതെ പ്രവർത്തിക്കാൻ കഴിയാതെ വരുമ്പോൾ, അതായത് എങ്ങനെ പ്രവർത്തിച്ചിട്ടും അതിന് നഷ്ടം തന്നെയാണ് എപ്പോഴും സംഭവിക്കുന്നതെങ്കിലും എന്ത് ചെയ്യാം? ഡിസൊല്യൂഷൻ ബൈ കോർട്ട് നടത്താം. ജി when on any ground the court regards dissolution to be just and equitable, എപ്പോൾ ഏത് സാഹചര്യത്തിലായാലും അടച്ചു പൂട്ടുന്നതാണ് നീതിയുക്തമെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ, ഓൺ എനി ഗ്രൗണ്ട്, ഏത് സാഹചര്യത്തിലാണ് എങ്കിലും അടച്ചു പൂട്ടുന്നതാണ് ഏറ്റവും നല്ലതെന്ന് കോടതിക്ക് തോന്നിയെന്നാൽ ആ ഒരു സാഹചര്യത്തിലും എന്ത് ചെയ്യാം? ഡിസൊല്യൂഷൻ ബൈ കോർട്ട് നടത്താവുന്നതാണ്. ഇതാണ് വിവിധ മോഡ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.